99% ആളുകൾക്കും അറിയാത്ത 4 സെറ്റിംഗ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന 4 സെറ്റിംഗ്സ് നിങ്ങളുടെ ഡയലർ ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും. ഏതാണെന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡയലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും 3 ഡോട്ട്. ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. ഈ സെറ്റിംഗ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. 4 കാര്യങ്ങൾ ഇവിടുന്ന് താഴോട്ടേക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും. ഫസ്റ്റത്തെ ഓപ്ഷൻ കോളർ ID ആൻഡ് സ്പാം എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഫസ്റ്റത്തെ ഓപ്ഷൻ എനേബിൾ ആയിരിക്കും എല്ലാവരുടെ മൊബൈൽ ഫോണിലും. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഫിൽട്ടർ സ്പാം കോൾസും പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ആക്കി കൊടുക്കുക. അങ്ങനെ എനേബിൾ ആക്കി കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും സ്പാം കോളുകൾ ഏതെങ്കിലും തരത്തിൽ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഏതെങ്കിലും കോൾ വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് അവിടെ റെക്കമെൻഡ് ആയിട്ട് കാണിച്ചു തരും. ഇന്നാലിന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞുള്ള ഒരു ഡേഞ്ചർ വാർണിംഗ് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാതെ ഇരിക്കാൻ സാധിക്കുന്ന ഈ ഒരു ഓപ്ഷനാണ് ഫസ്റ്റത്തെ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും എനേബിൾ ചെയ്ത് വെക്കുക. രണ്ടാമത് നേരെ ബാക്ക് വന്നു കഴിഞ്ഞാൽ താഴെ സ്ക്രോൾ ചെയ്താൽ കാണാൻ സാധിക്കും ഇൻകമിംഗ് കോൾ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. ഈ ഇൻകമിംഗ് കോൾ എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻകമിംഗ് കോൾ എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻ ആയിരിക്കും. ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിലവിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് കോൾ ചെയ്യുന്ന സമയത്ത് ഏത് മോഡലിലാണോ നിങ്ങൾക്ക് വരുന്നത് അത് വേണമെങ്കിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ സിംഗിൾ ടാപ്പ് എന്ന ഓപ്ഷനിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റൊരു രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു വെച്ചാൽ മതി. ഇനി നേരെ വീണ്ടും ബാക്ക് വന്നാൽ കുറച്ചുകൂടി ഫുൾ താഴെ സ്ക്രോൾ ചെയ്താൽ അവിടെ കാണാൻ സാധിക്കും കോളർ ID അനൗൺസ്മെൻറ്റ് പറഞ്ഞ ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ അനൗൺസ്മെൻറ്റ് കോളർ ID എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓൾവേസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സേവ് ചെയ്ത വ്യക്തിയുടെ പേര് അനൗൺസ് ചെയ്തുകൊണ്ടായിരിക്കും കോൾ നിങ്ങളിലേക്ക് വരിക. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോൺ എടുക്കാതെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആരാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഏറ്റവും അവസാനത്തെ സെറ്റിങ്സ് ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നാൽ വീണ്ടും ഏറ്റവും താഴെ അവിടെ കാണാൻ സാധിക്കും ഫ്ലിപ്പ് ടു സൈലൻറ്റ് പറഞ്ഞ ഈ ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ എനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കോൾ വന്നാൽ ഇതുപോലെ കോൾ പെട്ടെന്ന് വരുന്ന സമയത്ത് വേഗം ഇതുപോലെ ടേബിളിൻ്റെ ഇതുപോലെ അങ്ങോട്ട് ആക്കി വെച്ചാൽ കമഴ്ത്തി വെച്ചാൽ അത് ഓട്ടോമാറ്റിക് സൈലൻ്റ് ആവുന്ന ഓപ്ഷനാണ്.